സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ഫുട്ബോൾ കളിക്കാരൻ അഡബോയറും റൊണാൾഡോയും ഒക്കെ ഇസ്ലാമിലേക്ക് കടക്കുകയാണ്. അഡബോയർ എന്തൊക്കെയാണ് കടന്നു ചെന്നു. അഡബോയർ ഇസ്ലാമിലേക്ക് ചെല്ലുവാനുണ്ടായ 13 കാര്യങ്ങളെ പറ്റി ഒരു സഹോദരൻ ഇസ്ലാമിന്റെ ഒരു ഭയങ്കരമായിട്ട് അങ്ങ് ഇസ്ലാമിനെ പുലുകി അനേക സ്ഥലങ്ങളിലൊക്കെ പോയി കിടന്നുകൊണ്ട് സംസാരിക്കുകയും ഇസ്ലാമിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളെയും മനുഷ്യരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തക്കി അടിച്ച് നടക്കുന്ന അദ്ദേഹത്തിന്റെ ഒക്കെ സെബിയുടെ ഒക്കെ ഓരോ വീഡിയോസ് കണ്ടപ്പോഴാണ് ഇതിനൊരു മറുപടി തരുന്നത്. കാരണം 13 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്, 13 കാര്യങ്ങൾ പുള്ളിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇസ്ലാമിലേക്ക് പോയത് എന്നാണ് സെബി പറയുന്നത്. അപ്പൊ ഈ പറയുന്നതിൽ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു, അള്ളാഹു ഏകനാണ് എന്നുള്ളത്. അള്ളാഹു ഏകനൊന്നുമല്ല, അള്ളാഹു അനേകരിൽ ഒരുവനാണ്. അതാണ് വിഷയം. രണ്ടാമത്തെ വിഷയം പറയുന്നത് എന്താണെന്നറിയാവോ? 13 കാര്യങ്ങളിൽ 12 എണ്ണം ഞാൻ 12 എണ്ണം ഇനി പറയാണ്ട് ഒരെണ്ണം ഞാൻ പറഞ്ഞു. ഇതിന് അടുത്താണ് രണ്ടാമത്തെ വിഷയം. പഴയ നിയമത്തിലെ യഹോവയായ ദൈവം പന്നിയെ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾ പന്നിയെ കഴിക്കുന്നേയില്ല. അത് തമ്മിൽ ഭയങ്കര ഇതാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ കഴിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല സെബി, അതിന്റെ പുസ്തകത്തിൽ ഇതൊന്നും ഇല്ലേ? പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പന്നിയെ മാത്രമേ തിന്നരുതെന്നാണോ കൽപ്പിച്ചിട്ടുള്ളത്? ഉള്ളോ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ, വേറെ കഴിക്കരുതാത്ത ഒരുപാട് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാം സെബി അങ്ങോട്ട് ഓർത്തില്ലല്ലേ? ഈ ലോകരാജ്യം മുഴുവനും നടന്നിട്ട് ഇസ്ലാമിന്റെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിലേക്ക് യൂട്യൂബ് ഇറക്കുന്നത് കുറച്ച് സമയം മതി ബൈബിളൊക്കെ എടുത്തൊന്ന് വായിക്കാൻ. മനസ്സിലായോ? അതൊക്കെ എടുത്തൊന്ന് വായിച്ചാൽ ഈ ഒരു പ്രശ്നം മാറി കിട്ടിയാല്. ബൈബിള് എന്തു പറയുന്നു എന്ന് താങ്കൾക്കറിയാവോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ബൈബിളിന്റെ കാര്യങ്ങളെ ഒന്ന് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് സെബി പറഞ്ഞ കള്ളത്തരം ഒന്ന് നോക്കണം. സെബി ഒരു കള്ളത്തരം പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. 2. ലേവ്യ പുസ്തകം 11:7 പന്നിയിറച്ച് അശുദ്ധമാക്കിയെന്ന് പഠിപ്പിച്ചു. യേശു പന്നിയിറച്ച് ഒരിക്കലും കഴിച്ചില്ല. ഖുറാനിൽ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലും ഇതേ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ മാത്രമാണ് പന്നിയിറച്ച് കഴിക്കാത്തത്. നിങ്ങൾ കണ്ടോ സെബിയുടെ കള്ളത്തരം? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സെബി കാണിച്ച കള്ളത്തരം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഖുറാൻ ആയത്തിൽ തന്നെ കള്ളത്തരം കാണിച്ചു. ഖുറാൻ ആയത്തിൽ കള്ളത്തരം കാണിച്ച ഈ മഹാനാണ് ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാൻ. പിന്നെ തക്കിയ അല്ലെങ്കിൽ കള്ളത്തരം ഇസ്ലാമിന്റെ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അവർക്ക് ഏത് സമയത്ത് അവസരത്തിനൊത്ത് കള്ളത്തരം പറഞ്ഞ് മതം മാറ്റാനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം സാധിക്കും. പണ്ട് എൻ്റെ അടുത്തും അങ്ങനെ തന്നെയാണല്ലോ വന്നത്. അപ്പൊ ഇതേപോലെ കള്ളത്തരം പറഞ്ഞ് ഇവർക്ക് മതം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഖുറാനെ വലുതാക്കി കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് സെബി കാണിച്ച കള്ളത്തരം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ നിങ്ങൾ ഇതൊന്ന് കണ്ടു. 2. ലേവ്യ പുസ്തകം 11:7 പന്നിയിറച്ച് അശുദ്ധമാക്കിയെന്ന് പഠിപ്പിച്ചു. യേശു പന്നിയിറച്ച് ഒരിക്കലും കഴിച്ചില്ല. ഖുറാനിൽ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലും ഇതേ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ മാത്രമാണ് പന്നിയിറച്ച് കഴിക്കാത്തത്. ഇത് കണ്ട, ഇവിടെ 6:145 പറയുക, ശവം, ഒലിക്കുന്ന രക്തം, പന്നി മാംസം ഇവയല്ലാതെ ഭക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവന് നിഷിദ്ധമാക്കപ്പെട്ടതായി എനിക്ക് നൽകപ്പെട്ട സന്ദേശത്തിൽ കാണുന്നില്ല. ഇതാണ് നിങ്ങൾ കണ്ടത്. അത്രേ ഉള്ളോ ഈ ഖുറാനായത്ത്? ആ അറബിയിലുള്ളതിനെയും മലയാളത്തിലുള്ളതിനെയും എന്ത് ചെയ്തു? കള്ളത്തരം കാണിച്ച്, പക്കാ കള്ളത്തരം കാണിച്ചിട്ട് മതം വളർത്താൻ നോക്കുന്ന ഇവരെ പോലുള്ളവരുടെ മുമ്പിലേക്കാണ് മുസ്ലിങ്ങൾ പറയുന്നത്, അയ്യോ എനിക്കാണെങ്കിൽ നമ്മുടെ സെബിയെ അറിയത്തില്ല, അദ്ദേഹം എനിക്കൊരു മണി പേഴ്സ് അയച്ചു എന്ന്, കൂടെ സ്പ്രേ ഉണ്ട്, ഇത് കണ്ടു നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻസാരി സൂരി എന്ന് പറയുന്നവരൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഖുറാനായത്തിൽ കള്ളത്തരം കാണിച്ച് വീഡിയോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് വിളിച്ച് ഉപദേശിക്കാൻ നിൽക്കണം സുഹൃത്തെ. ഖുറാനായത്തിൽ കള്ളത്തരം കാണിച്ചിട്ട് നിൽക്കുകയാണ്, എന്നിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ നേരെ വന്നിരിക്കുകയാണ്. കള്ളത്തരം കണ്ടോ? ഇതാണ് ഈ കള്ളത്തരം കാണിച്ചു വേണമെന്ന് ഇവർക്ക് ഇസ്ലാമിനെ വളർത്താൻ. അത്രേ ഉള്ളൂ, അല്ല വേറെ എന്താ? 6:145 അത്രേ ഉള്ളോ? അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയല്ലേ നബിയെ പറയുക, എനിക്ക് ബോധനം നൽകപ്പെട്ടിട്ടുള്ളതിൽ ഒരു ഭക്ഷിക്കുന്നവന് ഭക്ഷിക്കുവാൻ പാടില്ലാത്തതായി യാതൊന്നും ഞാൻ കാണുന്നില്ല. അത് ശവമോ ഒഴുക്കപ്പെട്ട രക്തമോ പന്നിമാംസമോ ആണെങ്കിലൊഴികെ
കാരണം അത് മ്ലേച്ഛമത്രേ. അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയായി പ്രഖ്യാപിക്കപ്പെട്ടതിനാൽ അധാർമികമായി തീർന്നിട്ടുള്ളത് ഒഴികെ. എന്നാൽ വല്ലവനും ഇവ ഭക്ഷിക്കാൻ നിർബന്ധിതനാകുന്ന പക്ഷം അവൻ നിയമലംഘനം ആഗ്രഹിക്കാത്തവനും അതിരുവിട്ടു പോകാത്തവനുമാണെങ്കിൽ നിന്റെ നാഥൻ തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇതല്ലേ 6:145? അതെന്തേ ബാക്കി അങ്ങ് മുറിച്ചു കളഞ്ഞത്? ഈ മുറിച്ചു കളഞ്ഞാണ് നിങ്ങൾ ഈ മതം വളർത്തുന്നത്. അല്ലാതെ നേരെ ചൊവ്വ എന്നുകൊണ്ട് മുഹമ്മദിന്റെ 10 ഗുണങ്ങളെ പറഞ്ഞുകൊണ്ട് ഒരുത്തനെ ഇസ്ലാമിലേക്ക് വിളിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല സബി. മുസ്ലിങ്ങൾക്ക് പറ്റത്തില്ല. ഇതേപോലെ അറ്റവും മൂലയൊക്കെ മുറിച്ചു കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ കള്ളത്തരം കാണിക്കാം. ഇതിന്റെ അകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച. ഇനിയും അതിന്റെ പ്രധാന ഭാഗം എന്താ? എന്നാൽ വല്ലവരും ഇവ ഭക്ഷിക്കാൻ നിർബന്ധിതനാകുന്ന പക്ഷം അവനത് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി ഇവിടെ മാത്രമാണ് ഇത് പറയുന്നത്? അല്ല, ഇനിയുണ്ട്. 5:3 എടുത്തു നോക്ക്. ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറക്കപ്പെട്ടതും ശ്വാസം മുട്ടിയോ അടിയേറ്റോ ചത്തതും മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തുപോയതും തമ്മിൽ കുത്തി ചത്തതും ഹൃംസജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും അനന്തരം ചാകുന്നതിനു മുമ്പ് നിങ്ങൾ അറത്തിട്ടുള്ളത് ഇതിൽ നിന്നൊഴിവാകുന്നു. പ്രതിഷ്ഠകൾക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെട്ടത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അമ്പുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കുന്നത് നിഷിദ്ധമാകുന്നു. ഇതെല്ലാം കടുത്ത അധർമ്മമാകുന്നു. ഇത് സത്യനിഷേധികൾ നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ച് തികച്ചും നിരാശരായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്നെ ഭയപ്പെടുവിൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങളിൽ തികയ്ക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ ദീൻ എന്ന നിലയിൽ ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഹിതാഹിത നിയമങ്ങൾ പാലിക്കുവിൻ. വല്ലവനും പാപം ചെയ്യണമെന്ന വിചാരത്തോടെ അല്ലാതെ അസഹ്യമായ വിശപ്പ് കൊണ്ട് നിർബന്ധിതനായാൽ ഇവ എന്തെങ്കിലും തിന്നേണ്ടി വന്നാൽ നിസ്സംശയം അള്ളാഹു മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു. 5:3 പറഞ്ഞിരിക്കുക. നല്ലതള്ള, ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല, ഹറാമാണെന്ന്. ഇതിന്റെ അകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? പാപം ചെയ്യണമെന്ന വിചാരത്തോടെ അല്ല, അസഹ്യമായ വിശപ്പ് കൊണ്ട്. ഒരു മനുഷ്യൻ ഏതെങ്കിലും സ്ഥലത്തെ അസഹ്യമായ വിശപ്പ് വന്ന് അവന് മനുഷ്യന്റെ ശവോ രക്തമോ പന്നിയോ എന്ത് കിട്ടിയാലും എന്ത് ചെയ്യാം? ഇവന് കഴിക്കാം. ഇവന് കഴിക്കാം, ഒരു മുസ്ലിമിന് കഴിക്കാം. എന്നിട്ടാണ് ഇവര് വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് പന്നി ഹറാമാന്ന്. എവിടെ ഹറാമാന്ന് പറഞ്ഞിരിക്കുന്നു? എവിടെ ഹറാമാന്ന് പറഞ്ഞിരിക്കുന്നു? തീർന്നോ? ഇനിയുണ്ട് ഖുർആനായത്ത്. ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടതും അറക്കപ്പെട്ടതും മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. എന്നാൽ ആഗ്രഹിച്ചുകൊണ്ടോ അതിരു കവിയുന്നവനായ നിലയിലോ അല്ലാത്ത ഒരാൾ നിർബന്ധിതനായി പോയാൽ അയാൾക്ക് കുറ്റമില്ല. നിശ്ചയമായും അള്ളാഹു ഏറെ പൊറുക്കുന്ന കരുണാനിധിയാകുന്നു. ഇനിയും വേണോ? ഇനിയുണ്ട്. 16:115. ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടതും അറക്കപ്പെട്ടതും മാത്രമാണ് അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ ആഗ്രഹിക്കുന്നവനോ അതിരു കവിയുന്നവനോ ആയിട്ടല്ലാതെ ആരെങ്കിലും ഇത് തിന്നാൻ നിർബന്ധിതനായി പോയാൽ അപ്പോൾ നിശ്ചയമായും അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. എങ്ങനെയുണ്ട്? ഇവർക്ക് ഭക്ഷിക്കാനേ ഏത് സമയത്ത് ഇവർക്ക് ഭക്ഷിക്കാം, ഒരു കുഴപ്പമില്ല. അവർ പട്ടിണിയാകുന്ന സാഹചര്യത്തിൽ ഭക്ഷിക്കാം. ഇനി വേദം നൽകപ്പെട്ടവരാരാണ്? ഇസ്ലാമിക പണ്ഡിതന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ പറയും അത് ക്രിസ്ത്യാനികളാണ്, അത് വേദം നൽകപ്പെട്ടവരാണ്. എങ്കിലും അവർ പിഴച്ചുപോയി എന്നൊക്കെ പറയും. പിഴച്ചു പോയിരിക്കുന്നത് നിങ്ങളാണ്, ക്രിസ്ത്യാനികളല്ല. പിഴച്ചുപോയത് നിങ്ങളാണ്. ഞങ്ങൾ പിഴച്ചു നശിച്ചു പോകേണ്ട ഭാഗത്ത് നിന്ന് ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ പാപങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. മനസ്സിലായോ? അതുകൊണ്ട് ക്രിസ്ത്യാനികൾ പിഴച്ചു പോയിട്ടില്ല. നിങ്ങൾക്ക് ആ ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് നിങ്ങളാണ് ആ പിഴച്ചു പോയവരുടെ കൂട്ടത്തിൽ കിടക്കുന്നത്, ഞങ്ങളല്ല. ഇനി സൂറ 5:5 എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ നല്ല വസ്തുക്കളും ഇന്ന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്, നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ്. സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾ അവർക്ക് വിവാഹമൂല്യം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു.
നിങ്ങൾ വൈവാഹിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കണം. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവരാകരുത്. രഹസ്യ വേഴ്ചക്കാരെ സ്വീകരിക്കുന്നവരുമാകരുത്. സത്യവിശ്വാസത്തെ ആരെങ്കിലും തള്ളിക്കളയുന്ന പക്ഷം അവന്റെ കർമ്മം നിഷ്ഫലമായി കഴിഞ്ഞു. പരലോകത്ത് അവൻ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും. ഖുർആനായത്ത് വായിച്ചോ? ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ സെബി? അല്ലെങ്കിൽ സെബിക്ക് വേണ്ടി പൊങ്കാല എടുത്തവർ ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? സെബിയെ ഉയർത്തി നിർത്തുന്നവർ ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്കും അനുവദനീയമാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞ ക്രിസ്ത്യാനികള് പന്നിയിറച്ചി കഴിക്കുന്നു. ഞങ്ങൾ പന്നിയിറച്ചി, അത് നിങ്ങൾക്കും തിന്നാം അസഹ്യമായ പട്ടിണിയോടെ. വേണ്ട, ഏതൊരു മുസ്ലിമും എന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ, ക്രിസ്ത്യാനിയായിട്ടുള്ളവർ വന്നു കഴിഞ്ഞാലും ഞാൻ പന്നിയിറച്ചി വിളമ്പാറുണ്ട്. അവര് നല്ല രീതി കഴിക്കാറുമുണ്ട്. മനസ്സിലായോ? നല്ല രീതി കഴിക്കാറുമുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. അവര് പറയുന്ന ഭക്ഷണത്തിലൊന്നും ഒരു കാര്യമില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് ഈ ഇപ്പൊ പറയും, ഇനി മുസ്ലിങ്ങൾ പറയുന്നത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പേരുകൊണ്ട് നിങ്ങൾ അവരെ മുസ്ലിങ്ങളായിട്ട് എണ്ണരുത്. പിന്നെ പേരുകൊണ്ടല്ലാതെ പിന്നെ എങ്ങനെയാ എണ്ണേണ്ടത്? പിന്നെ എങ്ങനെയാ എണ്ണേണ്ടത്? പേരുകൊണ്ട് ചിലപ്പോൾ അവർ മുസ്ലിങ്ങളായിരിക്കും, ഈമാൻ കൊണ്ടല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഒരു മനുഷ്യന്റെ കുറ്റത്തെ മറച്ചു വെച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ. മനസ്സിലായോ? ഇതുപോലെ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഒരു മതം വേറെ ഇല്ല. ഇതുപോലെ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഒരു മതം. കാരണം എന്താ? ഇവര് പറയുന്ന ഒരു കാര്യം, പന്നിയിറച്ചി കഴിക്കരുതെന്ന് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അല്ലെ, ഈ പന്നിയിറച്ചി മാത്രം കഴിക്കരുതെന്നാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? ആണോ? ഒന്ന് നോക്കണ്ടേ? അതൊന്ന് പരിശോധിക്കണ്ടേ? ബൈബിളിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യഹോവ പിന്നെ മോശയോടും അഹ്റോനോടും അരുളി ചെയ്തത്, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഭൂമിയിലുള്ള സകല മൃഗങ്ങളിൽ നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങൾ ഇവ. മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിളർന്നിരിക്കുന്നതും അയവിറക്കുന്നതുമായതൊക്കെ നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിൽ നിങ്ങൾ തിന്നരുതാത്തവ ഇവ. ഒട്ടകം അയവിറക്കുന്നു, എങ്കിലും കുളമ്പ് പിളർന്നതല്ലാകൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം. കുഴിമുയൽ അയവിറക്കുന്നു, എങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. മുയൽ അയവിറക്കുന്നു, എങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും തന്നെ, എങ്കിലും അയവിറക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്, പിണം തൊടുകയും അരുത്, ഇവ നിങ്ങൾക്ക് അശുദ്ധം. കേട്ടോ? സെബിയേ പുള്ളേ, പന്നി മാത്രമല്ല, ഒട്ടകം കഴിക്കാൻ പാടില്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. കുഴിമുയല് അശുദ്ധമാണ്. ഇതെല്ലാം അശുദ്ധമാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പന്നിയെ മാത്രം പിടിച്ചോണ്ടിരിക്കുന്നു. കാരണം എന്താ? ബാക്കിയുള്ളതിനെ മുഴുവനും മുഹമ്മദ് തിന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് ബാക്കി ന്യായപ്രമാണ പ്രകാരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ സംഭവവും പന്നി ഒഴികെ എല്ലാം കിട്ടി. പന്നി ആ രാജ്യത്ത് കിട്ടിയില്ല, അതുകൊണ്ടായിരിക്കാം കഴിക്കാത്ത. ഇല്ലെന്നുണ്ടെങ്കിൽ പുള്ളി അതും കഴിച്ചേനെ. ഒരു യഹൂദനാകാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് തോന്നുന്നു. ശരിയല്ലേ? അത് മാത്രമാണോ? ഇനിയുണ്ട്, നിലത്തിഴയുന്ന ഇഴജാതിയിൽ നിങ്ങൾക്ക് അശുദ്ധമായവ ഇവ: പെരിച്ചാഴി, എലി, അതത് വിധ ഉടുമ്പ്, അളുങ്ക്, ഓന്ത്, പല്ലി, അരണ, തുരവൻ. എല്ലാ ഇഴജാതിയിലും വെച്ച് ഇവ നിങ്ങൾക്ക് അശുദ്ധം. അവ ചത്ത ശേഷം അവയെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ശരിയേ? ഉടുമ്പിനൊന്നും ഒരു അറബിയും തിന്നാറില്ലല്ലേ? ഒരു അറബിയും തിന്നാറില്ലല്ലേ? സമ്മതിക്കണം. ഇതിനാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അടബോയർ ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണത്തിൽ രണ്ടാമത്തെ കാരണമാണ് പന്നിയിറച്ചി. അടബോയറേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. മാക്കടിക്കാൻ പന്നിയിറച്ചി ഒരു കുഴപ്പമില്ല, പട്ടിണിയാകുന്ന സാഹചര്യത്തിൽ കഴിക്കാം എന്ന് തന്നെയാണ് കഴിക്കുന്നവരും ഉണ്ട് ഇപ്പൊ. ഇനി യഹൂദൻ അത് മാത്രമാണോ കൊടുത്തിരിക്കുന്നത്? കടൽ ജീവികളിലുണ്ട്. കടൽ ജീവികളിൽ ഏതൊക്കെ കഴിക്കാതിരിക്കാം എന്നുള്ളതുകൊണ്ട്. വെള്ളത്തിലുള്ള എല്ലാത്തിലും വെച്ച് നിങ്ങൾക്ക് തിന്നാവുന്നവ, കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലും ഉള്ളവ ഒക്കെ നിങ്ങൾക്ക് തിന്നാം. എന്നാൽ കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പില്ലാത്തതും ഒക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അവ നിങ്ങൾക്ക് അറപ്പായി തന്നെ ഇരിക്കണം. അവയുടെ മാംസം തിന്നരുത്, അവയുടെ പിണം നിങ്ങൾക്ക് അറപ്പായിരിക്കണം.
ചിറകും ചെതുമ്പലും ഇല്ലാതെ വെള്ളത്തിൽ ഉള്ളതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. കേട്ടോ, ശ്രദ്ധയോടെ കേട്ടോണം. ചെതുമ്പലും ചിറകും ഇല്ലാത്തവ എന്തായിരിക്കണം? നിങ്ങൾക്ക് അറപ്പായിരിക്കണം. ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാത്രമാണോ? ഇനിയുണ്ട്. നിലത്തെഴയുന്ന ഇടജാതികളെ പറ്റി പറയുന്നതുണ്ട്. ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ കുട്ടി ഈ മരത്തെ വന്നിരുന്നിട്ട് മൂസേനെ വിളിച്ച പോലൊന്നും ആ പരിപാടിയൊന്നുമില്ല. മൂസയ്ക്ക് വൃഷ്ണവീക്കം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇസ്രായേൽ മക്കൾക്ക് സംശയം ഉണ്ടായപ്പോൾ പുള്ളിയെ തുണിയില്ലാതിട്ട് ഓടിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യം കൊടുത്ത ആ പരിപാടിയൊന്നും ബൈബിളിലെ ദൈവത്തിനില്ല. അത് നിങ്ങളുടെ ഖുറാന്റെ അകത്തെ ദൈവത്തിന്റെ ഒരു അബദ്ധവും. അത്തരം ദൈവത്തിന് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നിലത്തിഴയുന്ന ഇഴജാതി എല്ലാം അറപ്പാകുന്നു. അതിനെ തിന്നരുത്. ഉരസുകൊണ്ട് ചരിക്കുന്നതും 4 കാൽ കൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ അനേകം കാലുള്ളതായി നിലത്തിഴയുന്നതുമായ യാതൊരു ഇഴജാതിയെ നിങ്ങൾ തിന്നരുത്. അവ അറപ്പാകുന്നു. യാതൊരു ഇഴജാതിയെ കൊണ്ടും നിങ്ങൾ തന്നെ അറപ്പാക്കരുത്. അവയാൽ നിങ്ങൾ മലിനപ്പെടുമാറ് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത്. കേട്ടോ. നിങ്ങൾക്ക് തിന്നാവുന്ന മൃഗങ്ങളാ ഇത് കാള, ചെമ്മരിയാട്, കോലാട്, കലമാൻ, പുള്ളിമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, മരയാട്, കവരിമാൻ, മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നതും കുളമ്പ് 2 പിരിഞ്ഞതും അയവിറക്കുന്നതുമായ മൃഗത്തെ ഒക്കെ നിങ്ങൾക്ക് തിന്നാം. അല്ല സെബിയേ, ഈ അള്ളാഹു എന്ന് പറയുന്ന ഖുറാനിലെ ദൈവം അബദ്ധത്തിന്മേൽ അബദ്ധത്തിൽ സഞ്ചരിക്കുന്ന ആളാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഏതൊക്കെ കഴിക്കാം ഏതൊക്കെ കഴിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ കൂട്ടത്തില് ഈ ന്യായപ്രമാണത്തെ ആവർത്തിച്ച് അല്ലെങ്കിൽ അനുവർത്തിച്ച ആളാണ് മുഹമ്മദ് എന്നൊക്കെ കുറെ ദാവാക്കാരൊക്കെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ കാള, ചെമ്മരിയാട്, കോലാട്, കലമാൻ, പുള്ളിമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, മലയാട്, കവരിമാൻ എന്നിവയല്ലാതെ വേറെ ഒരൊറ്റ മൃഗത്തെയും ഭക്ഷിക്കുവാൻ ന്യായപ്രമാണം ഒരു ഇസ്രായേലിനെ അനുവദിക്കുന്നില്ല. ഈ ന്യായപ്രമാണത്തെ പുനഃസ്ഥാപിക്കാൻ വന്നു ഈ ദാവാക്കാരിങ്ങനെ ഈ പുട്ടിന് വീരയിടുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറ്റിക്കകത്ത് മാവിടും, അത് കഴിഞ്ഞ് വീരയിടും. ഈ പരിപാടി തന്നെ. ഈ ദാവാക്കാർ അവകാശപ്പെടുന്ന മുഹമ്മദും ഈ മൃഗങ്ങളെ മാത്രമേ ഭക്ഷിക്കാൻ അനുവാദം കൊടുക്കാവൂ എന്ന് പ്രത്യേകിച്ച് പറയണല്ലോ. കാരണം നിങ്ങളുടെ ഉത്തമ പുരുഷൻ, ഉത്തമ മാതൃകയുള്ള മനുഷ്യൻ മുഹമ്മദാണല്ലോ. മീശ വടിച്ച് താടി മാത്രം വെച്ച് ഇടത്തോട്ട് മുണ്ടെടുത്ത് നരയാണിക്ക് മോളി പാൻറ്റിട്ട് എന്ന് വേണ്ട, കഷം പിടിച്ച് മീശ വടിക്കാൻ എന്ന് വേണ്ട സകല കാര്യത്തിന്മേലും നിങ്ങൾക്ക് ഉത്തമ മാതൃക മുഹമ്മദാണല്ലോ. അപ്പൊ അദ്ദേഹം വേണ്ട ഇത് പഠിപ്പിക്കാൻ. എന്നാലും മുഹമ്മദും തന്റെ അനുയായികളെയും ഭക്ഷണകാര്യത്തിലെ ന്യായപ്രമാണത്തിലെ ആ നിയമം തന്നെയാണോ അനുവർത്തിച്ചത്? ആണോ? അല്ല. ഇത് ഖുറാനകത്ത് നോക്കിക്കോ, 22:36 ബലി ഒട്ടകങ്ങളെ നാം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ചിഹ്നത്തിൽ പെട്ടതാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് അവയിൽ ഗുണമുണ്ട്. അതിനാൽ അവയെ വരിവരിയായി നിർത്തിക്കൊണ്ട് അവയുടെ മേൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലി അർപ്പിക്കുക. അങ്ങനെ അവ പാർശ്വങ്ങളിൽ വീണു കഴിഞ്ഞാൽ അവയിൽ നിന്നെടുത്ത് നിങ്ങൾ ഭക്ഷിക്കുകയും യാചിക്കാതെ തൃപ്തി അടയുന്നവരും ആവശ്യപ്പെട്ട് വരുന്നവരും നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി അവയെ നിങ്ങൾക്ക് അപ്രകാരം നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. പന്നി മാത്രമല്ല കേട്ടോ, ഒട്ടകത്തെയും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തേ നിങ്ങൾ അനുസരിക്കാത്തത്? അള്ളാഹു തന്നെയാണ് ഈ പ്രമാണം മൊത്തം ഇറക്കിയിട്ട് യഹൂദരും ക്രിസ്ത്യാനികളും കഴിവഴിച്ച് പോയതുണ്ടെങ്കിൽ, അള്ളാഹു എന്ന് പറയുന്ന സത്യദൈവം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതെന്താ ഈ 2 വള്ളത്തെ ചവിട്ടുന്ന സ്വഭാവം? അതെന്ത് 2 വള്ളത്തെ ചവിട്ടുന്ന സ്വഭാവം കാണിച്ചിരിക്കുന്നത്? അപ്പൊ ഇവിടെ മലക്ക് പറയുന്നത് ഒട്ടകമാംസം ഭക്ഷിക്കാമെന്നാണ്. എന്നാൽ ന്യായപ്രമാണം എന്താണ് പറയുന്നത്? അയവിറക്കുന്നവയിലും കുളമ്പ് വിടർന്നിരിക്കുന്ന നിങ്ങൾ തിന്നരുതാത്തവ ഒട്ടകം എന്താണ് അയവിറക്കുന്നു എങ്കിലും കുളമ്പ് വിടർന്നല്ലാണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം എന്നാണ് ന്യായപ്രമാണം പറയുന്നത്. പക്ഷെ ഈ ന്യായപ്രമാണം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്നു എന്ന് അഭിപ്രായപ്പെടുന്ന മുഹമ്മദിന് സന്ദേശം കൊടുത്തുകൊണ്ടിരുന്ന ഈ മലക്ക് ഒട്ടകമാംസം ഭക്ഷിക്കുന്നതിനെതിരെ ഇങ്ങനെ ഒരു കൽപ്പന നൽകിയിട്ടുള്ള കാര്യം പുള്ളി മറന്നുപോയി. അള്ളാഹുവിന് മറവി രോഗം ഉള്ളപ്പോൾ എന്റെ സിബിയെ മുഹമ്മദിനും എന്താണ് മറവി രോഗം വരും. ഈ മുഹമ്മദിന്റെ അടുത്തേക്ക് ഇതുമായിട്ട് വരുന്ന മലക്കിനോ പിന്നെ മുഹമ്മദിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും? മറവി രോഗം വരും.
അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇനി ഹദീസുകളൊന്ന് പരിശോധിച്ചാലോ? ഹദീസുകള് സുഹീഹുൽ ബുഖാരി അധ്യായം 51 ഹദീസ് നമ്പർ 1117 പേജ് 568. അനസ് പറയുന്നു, മർലഫ്ഖാൻ എന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളൊരു മുയലിനെ ഇളക്കി വിട്ടു. ആളുകൾ പിന്നാലെ ഓടി ഓടി ക്ഷീണിച്ചുപോയി. അവസാനം ഓടിയെത്തിയിട്ട് അതിനെ പിടിച്ചു അബൂ തൽഹയുടെ അടുക്കൽ കൊണ്ടുവന്നു. അദ്ദേഹം അതിനെ അറുത്തു. തുട രണ്ടും തിരുമേനിക്ക് കൊടുത്തയച്ചു. തിരുമേനി അത് സ്വീകരിച്ചു. മറ്റൊരു റിവായത്തിൽ അവിടുന്ന് അതിൽ നിന്നും അല്പം തിന്നുവെന്നും വന്നിട്ടുണ്ട്. അല്ലയോ സെബി, അല്ലയോ മുസ്ലിങ്ങളെ, മുയലിനെ കഴിക്കാൻ പാടില്ല എന്നാണ് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുയലിനെ ഇളക്കി വിട്ടപ്പോഴത്തേന് 2 തൊട കിട്ടിയപ്പോഴത്തേന് എന്തായി? ന്യായപ്രമാണം എല്ലാം മറന്നുപോയി. പന്നി മാത്രം കിട്ടാതിരുന്നതുകൊണ്ട് പുള്ളി അത് കഴിച്ചില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അതും കഴിച്ചേനെ. അതുകൊണ്ടാണ് പുള്ളി അത് പറഞ്ഞത്, പട്ടിണിയാകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇതിലൊന്ന് കഴിക്കണേ. അതിന്റെ ടേസ്റ്റ് എന്ന് പറയണേ. പുള്ളിക്ക് ആ നാട്ടിൽ കിട്ടിയില്ല. പുള്ളിക്ക് സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം 3 കാര്യങ്ങള്, അത്തറും ഭക്ഷണവും പെണ്ണും, ഇത് 3 അല്ലാഹു കൊടുത്തു എന്നാ പറയുന്നത്. ഹദീസുണ്ട്. അതിപ്പോ ഈ കാര്യത്തില് ഭക്ഷണം നല്ല രീതിയിൽ പുള്ളിക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്നുണ്ട്. ഈ പന്നിയുടെ വിഷയം. അതുകൊണ്ട് ഈ സഹാബികളും മറ്റുള്ളവരൊക്കെ അന്യ സംസ്ഥാന അന്യ രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കഴിക്കണം അല്ലേ? പട്ടിണിയാകുന്ന സാഹചര്യത്തിൽ കഴിക്കണ്ടേ? മനസ്സിലായോ? അതേപോലെ തന്നെ ഈ സമുദ്ര ജീവികളിൽ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്തതായിട്ട് ന്യായപ്രമാണം പറയുന്നത്, കടലിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലും ഉള്ള ഒക്കെ നിങ്ങൾക്ക് തിന്നാം. എന്നാൽ കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാത്തിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലും ഇല്ലാത്തതൊക്കെ നിങ്ങൾക്ക് അറപ്പായിരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മുഹമ്മദും കൂട്ടരും നീണ്ട നാളുകൾ തിമിംഗലത്തിനെ തിന്നുമായിരുന്നു. ന്യായപ്രമാണം വെച്ചെന്താ? അശുദ്ധമാണത്. പക്ഷെ ന്യായപ്രമാണം പുനഃസ്ഥാപിക്കാൻ വന്നു എന്ന് പറയുന്ന ഈ മുഹമ്മദ് എന്താണ്? നീണ്ട നാളുകൾ ശരീരം പുഷ്ടിയാകുന്നത് വരെ മുഹമ്മദും കൂട്ടരും കഴിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ളവർ കഴിച്ചു. അതിനുശേഷം മുഹമ്മദിന്റെ അടുത്തേക്ക് അവർ വന്നപ്പോഴത്തേന് ഈ ഇറച്ചിയായിട്ട് വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ കഴിച്ച സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അത് മുഹമ്മദ് മേടിച്ച് കഴിച്ചു. അപ്പൊ ന്യായപ്രമാണം പുനഃസ്ഥാപിക്കാൻ വന്നു ഇതൊക്കെ വെറുതെ കിടന്നിട്ട് പറയുന്ന, അല്ലെങ്കിൽ ദാവാക്കാര് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു? പന്നിയിറച്ചി കഴിക്കുന്നില്ല, ക്രിസ്ത്യാനികൾ പന്നിയിറച്ചി കഴിക്കുന്നു എന്നൊക്കെ സെബി ഈ സാധനമൊക്കെ വലിയ വലിച്ചു നീട്ടിയൊക്കെ ഇടുമ്പോഴത്തേനൊന്ന് ഒരു കാര്യം ആലോചിക്കണം സെബി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സത്യസന്ധതയോടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം അല്ലാഹു സത്യസന്ധനല്ല, മുഹമ്മദ് ഒരു സത്യസന്ധനായ വ്യക്തിയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. ഇനി വേറെ ഇത്രയ്ക്ക് വിശുദ്ധിയോടെ ജീവിച്ച മനുഷ്യനാണെങ്കിൽ മുഹമ്മദ് വുദു എടുത്ത ഒരു സംഭവം ഉണ്ട്. എന്താണെന്ന് അറിയാം? ഇങ്ങനെയാണ്. അബൂ സയ്യിദ് അൽ ഖുദ്രി ഉദ്ധരിക്കുന്നു, ജനങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു ഞാൻ കേട്ടു, ബുദായുടെ കിണറ്റിൽ നിന്ന് നിങ്ങൾക്കായി വെള്ളം കൊണ്ടുവന്നു. ചത്ത നായ്ക്കളെയും ആർത്തവ വസ്ത്രങ്ങളും ആടുകളുടെ വിസർജ്യം വലിച്ചെറിയുന്ന കിണറാണിത്. അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, തീർച്ചയായും വെള്ളം ശുദ്ധമാണ്, യാതൊന്നും മലിനമാക്കപ്പെട്ടിട്ടില്ല. വെള്ളം കൊടുത്ത് വുദു ചെയ്യാനാണെന്ന് അത് മുഹമ്മദ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയുണ്ട്. വെള്ളം കൊടുത്തത് വുദു എടുക്കാനാണ്. മുഹമ്മദ് ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? വുദു എടുക്കുക തന്നെ ചെയ്തു. ഇനി ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എത്രേ ഉള്ളൂ. ഈ ക്രിസ്തുവിന്റെ ആത്മീയ രാജ്യത്തെ പൗരന്മാരായിരിക്കുന്ന പുതിയ നിയമ വിശ്വാസികൾക്ക് വിശുദ്ധിയും വേർപാടും പാലിക്കേണ്ടത് ഏതെങ്കിലും ജീവികളെ തിന്നുകയോ തിന്നാതിരിക്കുകയോ ഒന്നുമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലും സംസാരത്തിലുള്ള പ്രവൃത്തിയിലൂടെയാണ്. അതിന് ഞങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നല്ലൊരു വാക്യം കൂടെ തന്നിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള ഭാഗം. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചോളൂ, പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ? പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവന്റെ ഹൃദയത്തിലല്ല വയറ്റിലത്ര ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല പൂജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുഷ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത
എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. കേട്ടോ, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് അകത്തേക്ക് ചെല്ലുന്നില്ല. ഭക്ഷണം എന്തെങ്കിലും കഴിക്കുന്നതുകൊണ്ടൊന്നുമില്ല, അവന്റെ സംസാരത്തിലും പ്രവൃത്തിയിലുമാണ് പ്രശ്നമാകുന്നത്. അതുകൊണ്ട് എന്നെ കേട്ട നിങ്ങളോട് പറയാണ്, അടബോയർ പോയെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ റൊണാൾഡോ ഇപ്പോൾ ഇസ്ലാമിലേക്ക് എത്തുമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കയ്യിൽ 10 വിരലിന് 11 വിരലാക്കി നിങ്ങൾ പോസ്റ്റ് അടിച്ചിറക്കിയ മുസ്ലിങ്ങളെ, നിങ്ങൾ ഇത്തരം തക്കിയ തരികിടകൾ കാണിച്ചൊക്കെ ഇസ്ലാമിലേക്ക് ഒരാളെ കൊണ്ടുപോകാൻ പറ്റും? സത്യസന്ധമായിട്ട് പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ദൈവത്തെ നിങ്ങൾ വെറും ഒരു സങ്കല്പമാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എന്നെ കേട്ട മുസ്ലിങ്ങളോടും ബാക്കിയുള്ളവരോടും പറയാണ്, ഒരടപോയർ പോയെന്നും പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് ഒന്നും സംഭവിക്കാല്ല. 11 യേശുവിനെ ഒറ്റ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട്, ചതിയനായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ദേവാസ് ലോകത്തിലേക്ക് പോയെന്നും പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നേ വരെ പല ആൾക്കാരും നിന്നും വീണു എല്ലാം പോയിട്ടുണ്ട് എന്നും പറഞ്ഞു ക്രിസ്ത്യാനിറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ക്രിസ്തുവിൽ നിസ്തുല്യനായിട്ടുള്ള ക്രിസ്തുവിൽ ഉത്തമ മാതൃകയുണ്ട്. ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക് ഉത്തമ മാതൃകയുണ്ട്. ക്രിസ്തുവിനെ പിൻപറ്റി നിങ്ങൾക്ക് ഏറ്റവും വലിയ ദേഷ്യവും ഭയവും ഉള്ള ഒരാളാണ്. അള്ളാഹുവിനേക്കാൾ കൂടുതൽ ഖബർ ശിക്ഷയിൽ, ഖബർ ദണ്ഡനം, ഖബർ പരീക്ഷണം ഇതിനേക്കാൾ ഭയമുള്ള ആളാണല്ലോ പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹം ക്രിസ്തുവിനെ അറിഞ്ഞപ്പോഴത്തേനും ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയ മാറ്റമാണ്. എന്നാൽ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദിനും അലിക്കും അബൂബക്കറിനും ഒക്കെ ഉണ്ടായ മാറ്റം എന്തുവാ? അബൂബക്കറിനെയൊക്കെ പറ്റി പറയുന്നത് എന്താ അറിയോ? ഇതുപോലെ സൗമ്യൻ, എപ്പോഴും ചിരിക്കുന്ന മനുഷ്യൻ, ഏത് ഭവനത്തിലും കയറി ചെല്ലുവാൻ അധികാരമുള്ളയാൾ, ഇതുപോലൊരു സൗമ്യൻ ആ നാട്ടിൽ ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു എന്നാണ് അബൂബക്കറിനെ പറ്റി പറയുന്നത്. എന്നാൽ ഇസ്ലാം ആയതിനു ശേഷമോ വാള് പിന്നെ താഴെ വെച്ചിട്ടില്ല. മുഹമ്മദ് മരിച്ചതിന് ശേഷം എന്താണ് പറഞ്ഞത്? അള്ളാഹു ദൈവമെന്നും മുഹമ്മദ് റസൂൽ എന്നും പറയുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്തുകൊണ്ട് പോകുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം എന്തായിരുന്നു അറിയാം? സഭയും എല്ലാം മുടിപ്പിക്കാൻ വേണ്ടി പത്രവുമായിട്ട് വന്നയാള്, അതിനുള്ള അധികാര പത്രവുമായിട്ട് വന്നയാള് ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം, അനുഭവിച്ചറിഞ്ഞതിന് ശേഷം പിന്നെ വാളുമായിട്ടൊന്നും പോയിട്ടില്ല. പിന്നെ സഭയെ അങ്ങോട്ട് പണിയാൻ തുടങ്ങി. അതാണ് ക്രിസ്തുവിൽ വരുന്നവരുടെ മാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവരോടും പറയാം, ഇത്തരം തരികിടകളുമായിട്ട് നിങ്ങളടുത്തേക്ക് വരും. അഡ്ബോയർ പോയത് 13 കാര്യങ്ങൾ കൊണ്ടാണ്. ദൈവം അനുവദിച്ച ബാക്കിയുള്ളതിനൂടെ ഞാൻ മറുപടി തരാം. പിന്നെ ഈ പന്നിയിറച്ചിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു ഡോക്ടർക്ക് 2-3 എണ്ണത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തത് കൊണ്ട് ഇതിൽ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് സെബിയുടെ ഒരു കാര്യം പറയാം. ഇത്രയും സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കുന്നില്ലേ, ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നില്ലേ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നില്ലേ, ആ വിശുദ്ധ വേദവസം ഒന്ന് വായിക്കണം കേട്ടോ. വായിച്ചു കഴിഞ്ഞാലേ ഈ 10,70,75,000 കൂറുകളെ ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലേക്കല്ല, ജീവനുള്ള ദൈവമായ ക്രിസ്തു ഉള്ളിടത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ഖബർ ദണ്ഡനമില്ല, ഖബർ പരീക്ഷണമില്ല, ഖബർ ശിക്ഷയില്ല. മുഹമ്മദിനും ഇപ്പൊ ഖബർ ദണ്ഡനത്തിലൊക്കെ കിടക്കാനുള്ള അതേപോലുള്ള ശിക്ഷകളൊന്നും ഇല്ലാതെ ജീവനുള്ള ദൈവത്തിലേക്ക് അടുക്കുവാൻ ഇത് സഹായിക്കും. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. എന്നും പറയുന്നത് പോലെ, എപ്പോഴും പറയുന്ന പോലെ ഇന്നും പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവായ യേശു ക്രിസ്തു എന്ന നിസ്തുല്യ നാമം മാത്രമേ ഉള്ളൂ. ആ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുക. ആ സ്വീകരിച്ചതിലൂടെ നമുക്ക് ഒരു പുതുമനുഷ്യനെ തീരുവാൻ ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ എന്ന് പറയുന്ന വാക്കുകൾ നിർത്തുന്നു.